പറയുന്നുണ്ട്, ഉക്തും ഹസനാതിക, നിന്റെ നന്മകൾ നീ മറച്ചുവെക്ക്. ഞാൻ പള്ളിക്ക് അവിടെ ഇത്ര കൊടുത്തു, ഞാൻ ഇവിടെ സ്ഥാപനത്തിന് ഇത്ര കൊടുത്തു എന്ന് നീ പറയണ്ട. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട് എന്ന് പറയണ്ട. നിന്നെ ആളുകൾ ഒരു തെറ്റുകാരനായിട്ട് തന്നെ ധരിച്ചോട്ടെ. എന്താ കുഴപ്പം? നീ ഒരു നരകക്കാരനാണെന്ന് ആളുകൾ ധരിച്ചോട്ടെ. നീ തീരെ നന്മ ചെയ്യുന്നില്ല എന്ന് ആളുകൾക്ക് മുമ്പിൽ നന്മ ചെയ്യുന്നവനെ പോലെ നീ നടക്കണ്ട. ആളുകൾ നിന്നെ എങ്ങനെ വേണമെങ്കിലും ധരിച്ചോട്ടെ. പക്ഷെ നീയും നിന്റെ റബ്ബിനും വേണ്ടി മാത്രം ആളുകളെ കാണിക്കാനല്ല, രഹസ്യമായ സമയത്ത് ഒരുപാട് അമലുകൾ നീ ചെയ്തു വെക്കണം. ഉക്തും ഹസനാതിക, നിന്റെ നന്മകൾ നീ മറച്ചു വെക്കണം. അശദ്ദ മിമ്മാ തക്തുമു സയ്യിആതിക, നിന്റെ തിന്മകളെ നീ എങ്ങനെയാണോ മറച്ചു വെക്കുന്നത്, നിന്റെ രഹസ്യമായ തെറ്റുകളെ, ചീത്ത സ്വഭാവത്തെ, ചീത്ത പ്രവർത്തനങ്ങളെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് നീ മറച്ചു വെക്കുന്നത്, അതേപോലെ നിന്റെ നന്മയെ നീ മറച്ചു വെക്കണമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ മഹാനായ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പറയാണ്, ഒരാളൊരു ത്യാഗിയായി ജീവിക്കുകയാണ്, സുഹുദിന്റെ ജീവിതം. എന്നാൽ അത് നാട്ടുകാര് കാണുന്ന രീതിയിൽ ജീവിക്കലല്ല നല്ലത്. ആൾക്കാരുടെ മുമ്പിൽ തസ്ബീഹ് മാല പിടിച്ചു നടക്കുക, ആൾക്കാരുടെ മുമ്പിൽ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുക, ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഖുർആൻ ഓതുക, അതല്ല നല്ലത്. അത് നീ പരസ്യമാക്കുന്നതിനേക്കാളും നല്ലത് നിന്റെ വീട്ടിൽ ആരും കാണാതെ തസ്ബീഹ് ചൊല്ലലാണ്, നിന്റെ വീട്ടിൽ ആരും കാണാതെ ഖുർആൻ ഓതലാണ്. പള്ളിയിൽ വെച്ച് അവിടെ പള്ളിയിൽ ഒരാൾ നിരന്തരമായി കരഞ്ഞുകൊണ്ട് സുജൂദിലിരിക്കുകയാണ്. സുജൂദിൽ നിന്നിട്ട് ഇങ്ങനെ തേങ്ങി 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 കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. അള്ളാഹുവേ നിങ്ങൾ അള്ളാഹുവിനോട് വിഷമങ്ങൾ പറയാണ് സുജൂദിൽ കിടന്നിട്ട്. അപ്പോഴാണ് മഹാനായ അബൂ ഉമാമ തങ്ങൾ ആ വഴിയിലേക്ക് കടന്നു വന്നത്. അബൂ ഉമാമ വിളിച്ചു, നീ പള്ളിയിൽ വന്നിട്ടല്ല സുജൂദിൽ കിടന്നിട്ട് കരയേണ്ടത്, നിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്യ്, എങ്കിൽ അതിന് കാര്യമുള്ളൂ. ആളുകളൊക്കെ കാണുന്ന പള്ളിയിൽ വന്നിട്ടല്ല, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന പള്ളിയിൽ വന്നിട്ടല്ല സുജൂദിൽ കിടന്നിട്ട് നീ കരയേണ്ടത്. കരയുകയാണെങ്കിൽ, സുജൂദിൽ വീഴുകയാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി ആരും കാണാതെ രഹസ്യമായിരുന്നിട്ട് റബ്ബിലേക്ക് കരയെന്ന് മഹാനായ അബൂ ഉമാമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ഫർളായ നിർബന്ധ ബാധ്യതകൾ ഒഴികെ സുന്നത്തായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രം രഹസ്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയാണ്, ലാ അഅലമു റജുലൻ അഹബ്ബ അൻ യുഅറഫ ഇല്ലാ ദഹബ ദീനുഹു വഫ്തലഹ്. ഒരാൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ, പേര് വേണമെന്ന് ആഗ്രഹിച്ചാൽ, പ്രശസ്തി വേണമെന്ന് ആഗ്രഹിച്ചാൽ, തന്റെ നിസ്കാരങ്ങൾ നാലാളുകൾ അറിയണമെന്ന് ആഗ്രഹിച്ചു, താൻ നൽകിയ സ്വതക്കകൾ ആളുകൾ അറിയണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ പ്രശസ്തിയും അതുപോലെ തന്നെ നാട്ടിലുള്ള ഡിഗ്നിറ്റിയും അന്തസ്സുമാണ്